വൈദ്യുത ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചിന്റെ ഭാഗമായ ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയതിലൂടെ അദാനിയെ പോലുള്ളവർക്ക് ഒപ്പം ചേർന്ന് സർക്കാർ അഴിമതി നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അന്യായമായ വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. പോത്താനിക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും പോത്താനിക്കാട് KSCB ഓഫീസിന് മുമ്പിലേക്ക് നടത്തപ്പെടുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം കഷ്ടത്തിലാക്കിയ, സാധാരണക്കാരും പാവപ്പെട്ടവരും ഇത്രമാത്രം ദുരിതമനുഭവിച്ച മറ്റൊരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്ന് മാർച്ച് വൈദ്യുതി ഭവന് മുൻപിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. അദാനിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ രാജ്യത്ത് പെരുകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാർ റദ്ദ് ചെയ്ത് കൂടിയ നിരക്കിൽ അദാനിയെ പോലുള്ളവരിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് അഴിമതി മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെല്ലാം ഇരയാക്കപ്പെടുന്ന സംസ്ഥാനത്തെ ജനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് അഴിമതി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരു അദാനി ടച്ചും. വൈദ്യുതി മേഖലയിലെ ഈ പുതിയ പ്രതിസന്ധിയും അദാനിമാർക്ക് മേയാൻ വേണ്ടിയിട്ടാണ്. അഴിമതിയുടെ കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നടപടികളാണ് ഇവിടെ വരെ എത്തുന്നത്. ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ ദീർഘകാല കരാറിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 3 സ്വകാര്യ കമ്പനികൾ, ഛബുവ പവർ, ജിൻഡാൽ തെർമൽ, ജിൻഡാൽ പവർ, ഈ 3 കമ്പനികളുമായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ ദീർഘകാല കരാറുണ്ടാക്കി. 2016 മുതൽ 25 വർഷക്കാലത്ത് 2041 വരെയുള്ള കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടി ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെട്ട ആ ദീർഘകാല കരാർ ഒരു യൂണിറ്റിന് 4 രൂപ 11 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയായിരുന്നു ആ കരാർ പ്രകാരം നമ്മൾ കൊടുക്കേണ്ട വില. പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് അധ്യക്ഷനായി. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോത്താനിക്കാട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ശ്രീ ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ നിർവഹിക്കും.